ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച രുചികരമായ ഇഞ്ചിപ്പുളിയാണ്. ഇതിനായി ഒരു തേങ്ങയുടെ പകുതി തിരുമിയത്, 10 ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി 5 കഷ്ണം അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, ആവശ്യത്തിന് എണ്ണ. ഇത്രയുമാണ് ഇതിന് വേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഇഞ്ചിയും ഉള്ളിയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വരുന്നവരെ വറുക്കുക. ഇതൊന്ന് വടുമ്പോഴേക്ക് ഇതിനകത്ത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് മൂത്ത് നല്ല മണമൊക്കെ ആയി വരുന്നുണ്ട്. സദ്യകൾക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഇഞ്ചിപ്പുളി. മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കണം, കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. പൊടികളെല്ലാം നന്നായി ഇതിനകത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. കരിഞ്ഞു പോരുത്, ചെറുതായി ചൂടാക്കിയാൽ മതി. ഇത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ പുളി കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. നന്നായി അരയ്ക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് അതിലേക്കിടാം. കടുക് വറുത്തതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.